തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. അത് അഭിമന്യുവിന് വെറുതെ തോന്നതാ. എന്തിനാ താൻ എന്നോട് കള്ളം പറയുന്നത്? തന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം കയറിക്കൂടിയാ അത് കൃത്യമായിട്ട് ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റും. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി അതല്ല, ഞാൻ അറിയേണ്ടാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. അങ്ങനെ അഭിമന്യു അറിയേണ്ടാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിലില്ല. എന്റെ ജീവിതത്തിൽ ചിന്മയി ദേവി എന്ന സ്വാമിനിയമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അഭിമന്യുവിന് അറിയാലോ. എന്റെ അനിയത്തിമാരുടെയും ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഞാൻ ചെന്ന് സ്വാമിനിയമ്മയുടെ ഉപദേശം സ്വീകരിക്കാറുണ്ട്. ഇപ്പോ ആതിരയ്ക്കും ആരാധ്യയ്ക്കും SI ട്രെയിനിങ്ങിനുള്ള സെലക്ഷൻ മെമ്മോ വന്നിരിക്കുകയാണല്ലോ. അവരുടെ ഭാവി കാര്യങ്ങൾ സ്വാമിനിയമ്മയോടൊന്ന് ചോദിച്ചറിയാമെന്ന് വെച്ചു. അതിനാ ഞാൻ ആശ്രമത്തിലേക്ക് പോയത്. എന്നിട്ട് അവരുടെ കാര്യത്തിൽ സ്വാമിനിയമ്മ എന്താ പറഞ്ഞ? ധ്യാനത്തിൽ ചില ദോഷങ്ങൾ തെളിഞ്ഞു കണ്ടായിരുന്നു. എന്താ സ്വാമിനിയമ്മേ? ആതിരയ്ക്കും ആരാധ്യയ്ക്കും ചില സമയദോഷങ്ങളുണ്ട്, സൂക്ഷിക്കണം. അയ്യോ, ഇരുവരും ഇരട്ടകളായതുകൊണ്ട് രണ്ടാളെയും അതൊരുപോലെ ബാധിക്കും. അതിൽ തന്നെ ജനന സമയത്തിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ആരാധ്യയുടെ സമയമാണ് കൂടുതൽ മോശം. അവർക്കെന്തെങ്കിലും ആപത്ത്? ആരാധ്യയ്ക്ക് മരണത്തോളം എത്താവുന്ന അപകടങ്ങൾ വരെ ഉണ്ടായേക്കാം. ആതിരയ്ക്ക് മനസമാധാനക്കേടും അലച്ചിലുമാണ് കാണുന്നത്. ഈ പരീക്ഷണങ്ങളൊക്കെ ഇന്ന് തീരും എന്റെ ദൈവമേ. എല്ലാവരുടെയും ജീവിതങ്ങൾ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ നിറഞ്ഞതാ മോളെ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അമ്മ തന്നെ പറഞ്ഞു തരണം. എന്റെ അനിയത്തിമാരെ രക്ഷിക്കണം. എന്റെ അനിയത്തിമാരെ എന്റെ ലോകം. അവർക്കാർക്കെങ്കിലും ഒരു പോറൽ പോലും ഏറ്റാ സഹിക്കാൻ പറ്റില്ല എനിക്കത്. ധ്യാനത്തിൽ ശ്രീകൃഷ്ണന്റെ ജനനമാണ് സൂചനയായി കണ്ടത്. എന്നുവച്ചാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണനെ പോലെ ഒരാളുണ്ടാകുമെന്ന് സാരം. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ആരാധ്യയോടും ആതിരയോടും പറയണം. എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുണം ചെയ്യും. ഇത്രയും അന്ധവിശ്വാസം വേണോ? ആത്മവിശ്വാസവും കരുതലും പ്രയത്നവും കൊണ്ട് മറികടക്കാവുന്ന തടസ്സങ്ങളെ ഈ ലോകത്തുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായം മാത്രമല്ല, അനുഭവം. പക്ഷേ മരണത്തോളം എത്താൻ പറ്റുന്ന ഒരു അപകടമൊക്കെ സംഭവിക്കുന്ന അമ്മ പറഞ്ഞപ്പോ ആകെ പേടിയായിപ്പോയി എനിക്ക്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അവരെ ജോലിക്ക് വിടാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും ഞാൻ തടയില്ല. പക്ഷേ സ്വാമിനിയമ്മ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അവരുടെ പേരിൽ പൂജയും വഴിപാടും ഒക്കെ മുടങ്ങാതെ ചെയ്യണം. ആതിരയുടെ ആരാധ്യയുടെയും കാര്യത്തിൽ ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. അവരുടെ രണ്ടാളുടെയും കാര്യത്തില് തന്റെ ശ്രദ്ധ മാത്രമല്ല, ഇനി മുതൽ ഒരു ഏട്ടന്റെ കരുതലൂടെ ഉണ്ടാവും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.